അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇനി വെള്ളി മെഡലിനുള്ള ഒരു സാധ്യതയും ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ളത്. ഭാരപരിശോധനയിലാണ് വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുന്നത്. സുരേഷേട്ടാ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇത് എങ്ങനെ, അതായത് സ്വാഭാവികമായിട്ടും ഫൈനലിന് മുന്നേ ഇങ്ങനെ 2 കിലോ ഭാരത്തിന്റെ വ്യത്യാസം തലേ ദിവസം വരിക, പിറ്റേ ദിവസം 100 ഗ്രാമിന്റെ വ്യത്യാസം വരിക, അതൊന്നും സംഭവിക്കാത്തതാണല്ലോ. എങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ടാകാം? അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിനേഷ് മത്സരിക്കുന്നത് 53 കിലോഗ്രാമിലാണ്. കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും കോമൺവെൽത്ത് ഗെയിംസിലും ഒക്കെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചിട്ടാണ് അവർ മെഡൽ നേടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അവരുടെ ഒരു വെയിറ്റ് ശരീര ഭാരത്തിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് കാറ്റഗറി അതാണ്. പക്ഷേ ഈ നമുക്കറിയാം, ഇതിനെ ഒരു പശ്ചാത്തലമുണ്ട്. അവരുടെ സമരവും കഴിഞ്ഞ 1 വർഷത്തോളമായി സമരത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 50 കിലോഗ്രാം വെയിറ്റിലേക്ക് മാറേണ്ടി വന്നതാണ്. അതിനനുസരിച്ച് വെയിറ്റ് കുറച്ച് കൊണ്ടുവരികയായിരുന്നു. ഇത് കഴിഞ്ഞ് പ്രത്യേക ട്രയൽസ് നടത്തി 53 കിലോഗ്രാമിൽ തന്നെ മത്സരിക്കാൻ അവസരം തരണമെന്ന് അവർ ഫെഡറേഷനോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ സാധാരണയായി നേരത്തെ ഈ ഗുസ്തി പോലുള്ള മത്സരങ്ങളിൽ വളരെ നേരത്തെ തന്നെ ക്വാളിഫിക്കേഷൻ വരും. ക്വാളിഫിക്കേഷൻ വന്നാലും അവസാനം മത്സരം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പ്രത്യേക ട്രയൽസ് നടത്തിയാണ് അന്തിമ ടീമിനെ പ്രഖ്യാപിക്കാറുള്ളത്. അതിന്റെ ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ, വളരെ നേരത്തെ 1 വർഷത്തോളം മുമ്പ് യോഗ്യത നേടിയവർ ഈ ഒളിമ്പിക്സിന് തൊട്ടു മുമ്പും മത്സരിക്കാൻ അതേ രീതിയിലുള്ള ഫോമും ഫിസിക്കൽ ഫിറ്റ്നസും ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽസ് നടത്തുന്നത്. ഇക്കുറി അങ്ങനെ ട്രയൽസ് നടത്തണമെന്ന് അവർ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് തുടർന്ന് 53 കിലോഗ്രാമിലേക്ക് മാറാം എന്നുള്ള ഒരു ആലോചനയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കുറി ട്രയൽസ് നടത്തേണ്ടതില്ല, ഏത് കാറ്റഗറിയിലാണോ ആരൊക്കെയാണോ ക്വാളിഫൈ ചെയ്തത് അവർ തന്നെ മത്സരിച്ചാൽ മതി എന്നൊരു തീരുമാനം ഫെഡറേഷൻ കൈക്കൊണ്ടു. അത് ഒളിമ്പിക്സിന് ഏകദേശം 1.5 മാസം മുമ്പ് ജൂൺ പകുതിയോടുകൂടിയായിരുന്നു ട്രയൽസ് നടത്തി അവസാനം പട്ടിക വേൾഡ് ഫെഡറേഷനിൽ സമർപ്പിക്കാനുള്ള സമയം. അതിന് തൊട്ടു മുന്നോടിയായിട്ട് ആരൊക്കെയാണോ ക്വാളിഫൈ ചെയ്തത്, ഏതൊക്കെ കാറ്റഗറികളിലാണോ ക്വാളിഫൈ ചെയ്തത് അതേ രീതിയിൽ തന്നെ മത്സരിച്ചാൽ മതി എന്ന് ഫെഡറേഷൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പൊ അത് വ്യക്തിപരമായി അവരുടെ പ്ലാനിങ്ങിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവാം. ഏതായാലും അത് കഴിഞ്ഞ് വളരെ കഠിനമായി പരിശ്രമിച്ചിട്ടാണ് ഈ വെയിറ്റ് കാറ്റഗറിയിൽ വെയിറ്റ് നിലനിർത്തുക. അത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല, അവരുടെ ഒരു ശാരീരിക ഘടനയും പ്രായവും എല്ലാം അനുസരിച്ചിട്ട് ആ ഒരു വെയിറ്റ് കാറ്റഗറി ആ വെയിറ്റിൽ തന്നെ നിലനിൽക്കാൻ പ്രയാസപ്പെടുന്നത് കൊണ്ടുകൂടി ആവാം അവർ ഇതിലേക്ക് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഏതായാലും അത് സംഭവിച്ചില്ല. അവർ ഇതിൽ തന്നെ മത്സരിക്കാൻ നിർബന്ധിതയായിരിക്കുകയായിരുന്നു. അപ്പൊ ഏതായാലും കഴിഞ്ഞ മത്സര ദിവസങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ള സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഘട്ടത്തിൽ ഇത് ഭക്ഷണത്തിന്റെ മാത്രം കാര്യമല്ല, മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അവരെ എക്സർസൈസ്, ഉറക്കം, അങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ ഏതോ ഒരു ഘട്ടത്തിൽ അത് നിയന്ത്രണാതീതമായിട്ടുണ്ടാവാം എന്ന് മാത്രമേ നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. ഇനി അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കുറച്ച് വിശദമായി അന്വേഷിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്നത് അവരുടെ വെയിറ്റ് കാറ്റഗറി 53 കുറച്ചു കാലമായിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട്. തീരുമാനത്തെ പറ്റി പറഞ്ഞല്ലോ, അതായത് നിലവിലെ ഈ പറഞ്ഞ പോലെ സമരവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആരൊക്കെ എന്തിൽ ക്വാളിഫൈ ആയിട്ടുണ്ടോ അതിൽ തന്നെ മത്സരിക്കാൻ നിർബന്ധിതയാവുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. ഒരുപക്ഷെ ആ തീരുമാനത്തിൽ ഒരു വ്യതിചലനം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരില്ല എന്നായിരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കാമോ? അതെ, അതായത് ഒളിമ്പിക്സിലും വളരെ നേരത്തെ തന്നെ യോഗ്യത നേടാം. 1 വർഷം മുമ്പൊക്കെയാണ് യോഗ്യതാ മത്സരങ്ങൾ തുടങ്ങുന്നത്, അതിൽ യോഗ്യത നേടാം. പക്ഷെ മത്സരത്തോട് അടുപ്പിച്ചിട്ട് അവരുടെ വെയിറ്റ് എത്രയാണോ, അവർ നിലവിലുള്ള ഒരു സ്ഥിതി എന്താണോ അതും കൂടി പരിശോധിച്ചിട്ടാണ് അന്തിമമായിട്ട് ആരൊക്കെ ഏതിൽ മത്സരിക്കണമെന്ന് ഫെഡറേഷനാണ് തീരുമാനിക്കുക. താരം ക്വാളിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കോട്ടയാണ് അവർ നേടുന്നത്. ചിലപ്പം യോഗ്യത നേടിയ ആളുകൾ മത്സരിക്കണം എന്നുമില്ല, ചിലർ അവസാന ഘട്ടത്തിൽ പുറത്തായി. ആരാണോ രാജ്യത്തിന് വേണ്ടിയാണ് കോട്ട നേടുന്നത്, വ്യക്തികളല്ല ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പം അവരൊരു മത്സരത്തിലൂടെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ഒരു കോട്ട ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അതേ താരം തന്നെ ഒളിമ്പിക്സിൽ മത്സരിക്കണം എന്നില്ല. എന്താ വെച്ചാൽ 1 വർഷം മുമ്പേ ക്വാളിഫൈ ചെയ്യുന്ന ആൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഫോം ഔട്ടായി പോകും. അപ്പൊ അപ്പോഴാരാണോ നിലവിൽ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടുക എന്നുള്ളതാണ് ഫെഡറേഷന്റെയും ഒളിമ്പിക് കമ്മിറ്റിയുടെയും ഒക്കെ പ്രധാന ലക്ഷ്യം. അപ്പോ
ആ സമയത്ത് മെഡൽ നേടാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ആരാണോ അവരെ മത്സരിപ്പിക്കാറുണ്ട്. അപ്പൊ എല്ലാ തവണയും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇക്കുറിയും അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ വിനേഷ് അവസാന ഘട്ടം വരെ 53 കിലോഗ്രാം കാറ്റഗറിയിൽ മത്സരിക്കാനുള്ള തന്റെ താല്പര്യം അറിയിച്ചിരുന്നു. അതേപോലെ ട്രയൽസ് നടത്തണമെന്ന് അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നമുക്ക് അറിയാമല്ലോ, ഇതിനൊരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഏതായാലും ഗുസ്തി ഫെഡറേഷൻ തീരുമാനിച്ചത് ഇക്കുറി ട്രയൽസ് ഇല്ല, ആരാണോ ക്വാളിഫൈ ചെയ്തത് അവർ തന്നെ മത്സരിച്ചാൽ മതി എന്നൊരു തീരുമാനം അവസാന ഘട്ടത്തിൽ കൈക്കൊണ്ടു. അപ്പോൾ അവർ 50 കിലോഗ്രാമിലാണെന്ന് ക്വാളിഫൈ ചെയ്തത്. അപ്പൊ അതിൽ തന്നെ മത്സരിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് അതിൽ തന്നെ നിൽക്കാൻ ഇടയായത്. അവർ 53 കിലോഗ്രാമിലേക്ക് മാറാനുള്ള താല്പര്യം പല ഘട്ടത്തിലും പ്രകടിപ്പിച്ചിരുന്നു. അതിനുള്ള അവസരം ഒരുക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചില്ല. ഏതായാലും അവർക്ക് ആ വെയിറ്റ് നിലനിർത്താൻ അവർ പ്രയാസപ്പെട്ടിരുന്നു എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ തന്നെ ഫെഡറേഷന് ഒരു ഇടപെടൽ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഫെഡറേഷന് നമുക്ക് വിമർശനത്തിന് വിധേയമാകുന്ന തരത്തിൽ ഒരു ഇടപെടൽ ഫെഡറേഷന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് കൃത്യമായി തന്നെ ബോധ്യപ്പെടുകയാണല്ലേ വിഷയത്തില്. അത് ഫെഡറേഷന് തീരുമാനിക്കാവുന്നതാണ്. മുമ്പ് പല ഘട്ടത്തിലും ആ സമയത്ത് ട്രയൽസ് നടത്തിയിട്ട് മത്സരാർത്ഥികൾ അയച്ചിട്ടുണ്ട്. ഇക്കുറി ഏതായാലും അത് വേണ്ട, ആരാണോ ക്വാളിഫൈ ചെയ്ത് അവർ തന്നെ മത്സരിച്ചാൽ മതി എന്ന് ഫെഡറേഷൻ തീരുമാനിച്ചു. ഇവിടെ വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ വരുമ്പോ അതിൽ പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഇതിനെ ചേർത്ത് വായിക്കാവുന്ന തരത്തിൽ വരെ ഇത് എത്തിച്ചേരുമല്ലോ. ചേർത്ത് വായിക്കാവുന്നതാണ്. പക്ഷെ ഇത് ഇനിയിപ്പോ എന്തൊക്കെയാണ് ഇതിൽ പിന്നെ സംഭവിച്ചത് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയോ പറയുന്നുണ്ടാവും എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന്. അവർ പൊതുവെ ഈ കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന പ്രകൃതമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കുറച്ച് മണിക്കൂറുകളെങ്കിലും കാത്തിരുന്ന ശേഷമേ ഇതിലൊരു വ്യക്തത വരുള്ളൂ. ഏതായാലും അവർ ഈ മറ്റേ കാറ്റഗറി മാറി 53 കിലോഗ്രാമിൽ തന്നെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് അങ്ങനെ വായിക്കാം. അത് എത്രത്തോളം ശരിയുണ്ടെന്നും അതിലെ വസ്തുതകൾ എന്താണെന്നും കുറച്ചുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഇതിൽ എത്രത്തോളം അങ്ങനെ ചെയ്യാനാകുമെന്ന് അറിയില്ല. എൻ്റെ പ്രാക്ടിക്കൽ വശവും നിയമങ്ങളും അറിയില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. 1 ഗ്രാം ആണെങ്കിലും 100 ഗ്രാം ആണെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇനിയൊരു പുനഃപരിശോധനയ്ക്കോ മറ്റേതെങ്കിലും തരത്തിൽ ഒന്നുകൂടി ഒരു ശ്രമത്തിനോ അതിന് എന്തെങ്കിലും ഉള്ളൊരു സാധ്യത ഉണ്ടോ ഇതിന് മുൻപിൽ, വിനേഷിന് മുൻപിൽ? ഇല്ല, ഇത് അപ്പീൽ കഴിഞ്ഞു, ഡിസ്ക്വാളിഫൈ ചെയ്തു എന്നാണ് ടീം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് നമ്മളെ. അതായത് നമ്മുടെ അപേക്ഷ കൊടുത്തിരുന്നു, അപ്പീൽ കൊടുത്തിരുന്നു. രാത്രി മുഴുവൻ അവർ ജോഗിങ്ങും സൈക്ലിങ്ങും ഒക്കെ ആയി വെയിറ്റ് കുറക്കാനുള്ള കാര്യങ്ങളിലായിരുന്നു. ഉറങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ട് ഓരോ മത്സരവും നടക്കുന്നതിന്റെ ദിവസം രാവിലെ പരിശോധന ഉണ്ടാവും. ഇന്ന് പുലർച്ചെ നടന്ന പരിശോധനയിൽ അവർക്ക് ആ വെയിറ്റിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റിയില്ല. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ മത്സരിക്കുമ്പോൾ 50 കിലോഗ്രാം മാക്സിമം അപ്പർ ലിമിറ്റ് 50 കിലോഗ്രാം ആണ്. അതിനുള്ളിൽ നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് അന്താരാഷ്ട്ര ഫെഡറേഷന്റെയും ഒളിമ്പിക് കമ്മിറ്റിയുടെയൊക്കെ മാനദണ്ഡം അനുസരിച്ചാണല്ലോ മത്സരിക്കുന്നത്. അപ്പം അത് 1 ഗ്രാം ആണെങ്കിൽ പോലും അതിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. കാരണം അതിപ്പം 2-3 കിലോ ആവുകയും അത് മത്സരത്തിൽ അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടുകയും ചെയ്യാറുണ്ട്. വേറൊരു സാഹചര്യത്തിൽ നമ്മളിതൊരു പ്രത്യേക സാഹചര്യത്തിൽ പറയുമ്പോൾ നമുക്ക് വിനേഷിനോട് ഉള്ള വൈകാരികമായ അടുപ്പവും രാജ്യം ഒരു മെഡൽ നേടണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് നമ്മൾ ഇത്ര ചെറിയ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ചോദിക്കുമെങ്കിലും ഒരു മത്സരക്രമത്തിൽ ഒരു മത്സരത്തിന്റെ മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ 1 ഗ്രാം ആണെങ്കിൽ പോലും അത് നിയമങ്ങൾക്കെതിരാണ്. അങ്ങനെയാവുമ്പോൾ അന്താരാഷ്ട്ര ഫെഡറേഷൻ ഇതിലൊരു ഇളവ് നൽകാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് എന്നാണ് അറിയുന്നത്. അവർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു എന്ന് ഔദ്യോഗികമായി തന്നെ ടീം ഇന്ത്യൻ സംഘം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സുരേഷ് ഏട്ടാ, മറ്റൊരു കാര്യം, ഈ പറയുന്ന പോലെ ഇന്നലെ 2 കിലോ ഉണ്ടായിരുന്നു, ഇന്നത് 100 ഗ്രാം വരെ എത്തിച്ചിട്ടുണ്ട്. അതപ്പം സ്വാഭാവികമായിട്ടും എന്ത് മത്സരങ്ങളാണെങ്കിലും ഈ കായിക ഇനങ്ങൾക്ക് നമുക്കറിയാം അവർ മാക്സിമം പ്രാക്ടീസ് ചെയ്യും. മറ്റ് പലതരത്തിലുള്ള മാർഗങ്ങൾ ഈ വെയിറ്റ് കുറയ്ക്കാനായി, ഭാരം കുറയ്ക്കാനായി സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക? അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പറയാമോ? അതായത് വിനേഷ് എങ്ങനെ ഈ 2 കിലോ കുറച്ച് 100 ഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ട്, അവിടെയും അവരൊരു വലിയ പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. അവര് ജോഗിങ്ങിലായിരുന്നു. രാത്രി ഒരുപാട് സമയം ജോഗ് ചെയ്തു, സൈക്ലിംഗ് ചെയ്തു, അതുപോലെ എക്സർസൈസ് ചെയ്തു. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ ഇതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യുകയായിരുന്നു എന്ന് വാർത്തകൾ കാണുന്നുണ്ട്. ടീമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റില്ല. താരങ്ങൾ മുഴുവൻ ഗെയിംസ് വില്ലേജിലാണ്. നമ്മൾ ഗെയിംസ് വില്ലേജിൽ പുറത്താണ് താമസിക്കുന്നത്. അപ്പൊ അവരുടെ റൂമിനകത്തും ഗെയിംസ് വില്ലേജിന്റെ അകത്തും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അങ്ങനെ വ്യക്തമായി പറയാൻ പറ്റില്ല.
ഏതായാലും സൂചനകൾ അങ്ങനെയാണ്. അവർ രാത്രി മുഴുവൻ ഇതിനു വേണ്ടി വർക്കൗട്ട് ചെയ്തു. രാത്രി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഓവർ വെയിറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാല് ഇത് ഓവർ വെയിറ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിലുണ്ട്. അത് മാത്രമല്ല, ആ വെയിറ്റിന്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടി അവർ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടാവും ഈ ദിവസങ്ങളിൽ മുഴുവൻ. കാരണം ഇത് ഭക്ഷണത്തിന്റെ മാത്രം, നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്ഷണത്തിന്റെ മാത്രം കാര്യമല്ല. ഒന്നാമത് മത്സരം വരുമ്പോൾ അതിൻ്റെതായ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവും, ഉണ്ടാവും. ഒരുപാട് വെള്ളം കുടിക്കും. അപ്പൊ വെള്ളം കുടിച്ചാൽ പോലും ആ രീതിയിൽ ശരീരത്തെ അത് ഭാരം അതിൽ നിലനിർത്താൻ പെടുന്നുണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ സമയത്ത് നമ്മൾ വിനേഷ് ഫോഗട്ടിന് ഇപ്പോൾ അവർ ഒരു ചരിത്രം കുറിക്കാൻ പോയി, അല്ലെങ്കിൽ ചരിത്രം രചിക്കുന്നതിന് അതിന് പടിവാതിക്കലെത്തി. ഒരു പക്ഷേ പേനയെടുത്ത് എഴുതാൻ തുടങ്ങിയിട്ട് ആ പേനയിൽ മഷിയില്ലാണ്ടായി പോകുമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത, തീർത്തും നിരാശപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ വിനേഷ് ഫോഗട്ട് എന്നുള്ള കരുത്തയായിട്ടുള്ള ഗുസ്തി താരത്തെ പറ്റി കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. റിയോ ഒളിമ്പിക്സിലും ടോക്കിയോ ഒളിമ്പിക്സിലും ഒടുവിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെ അവർ മത്സരിച്ച അവരുടെ മറ്റു മത്സരങ്ങളും ഒപ്പം തന്നെ അതിനൊക്കെ ഒപ്പം പോരാട്ടം, അതായത് ഗോദയിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവർ പോരാടിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവരെ പറ്റി, അവരുടെ ഈ ഒരു ഇന്ന് ഈ ഒളിമ്പിക്സിൽ ഉൾപ്പെടെയുള്ള പ്രകടനത്തെ പറ്റി അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഒന്ന് പറയാം. ഒരു പക്ഷേ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതായിരിക്കാം. അവര് 2016 റിയോ ഒളിമ്പിക്സിൽ മത്സരിച്ച് ആദ്യ വഴി പരിക്കേറ്റ് പിന്മാറേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടി, ലോക ചാമ്പ്യൻഷിപ്പിൽ 2 തവണ ബ്രോൺസ് നേടി, ഏഷ്യൻ ഗെയിംസിൽ 2018 ജക്കാർത്തയിൽ സ്വർണം നേടി, ഇഞ്ചിയോണിൽ 2014 വെങ്കലം ഉണ്ടായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായിട്ട് 3 തവണ സ്വർണം നേടി. ഈ ഗ്ലാസ്കോ 2014, ഗ്ലാസ്കോ 2018 ഗോൾഡ് കോസ്റ്റ്, അത് കഴിഞ്ഞ കുറി ബർമിംഗ്ഹാം. അത്രയും മെഡലുകൾ ഉണ്ടെങ്കിലും ഒരു ഒളിമ്പിക് മെഡൽ എന്ന ശരിക്കും അവര് ഏതോ കാലത്ത് അർഹിച്ചിരുന്നതാണ് ഒരു ഒളിമ്പിക് മെഡൽ. പക്ഷെ അത് കിട്ടിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പോരാട്ടത്തിലായിരുന്നു. എന്തായാലും അതായത് ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഒരാൾക്ക് ഒളിമ്പിക്സിൽ ഒരു വെങ്കലം പോലും നേടാൻ പറ്റിയില്ല എന്നുള്ളത് തീർത്തും എന്താ പറയുക, വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പൊ ഇക്കുറി ഒളിമ്പിക്സ് മെഡൽ എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ വന്നത്. 29 വയസ്സായി ഇപ്പം. അപ്പൊ ഇക്കുറി എങ്കിലും ഒരു മെഡൽ നേടിയില്ലെങ്കിൽ ഇനി ഒരു ഒളിമ്പിക് മെഡൽ എന്ന് പറയുന്നത് കിട്ടാൻ വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ.